Guys, I hope you guys are enjoying the dips, right? Cheap sites we can stack. ഇപ്പോൾ 94,000 ആണ് ബിറ്റ്കോയിൻ്റെ റേറ്റ് നിൽക്കുന്നത്. ഗൈസ്, ഐ ആം സ്റ്റിൽ സെയിങ് ഇറ്റ്സ് സോ ചീപ്പ്. ഓക്കെ, അടുത്ത ലെഗ് പോകാൻ പോകുന്നത് അറൗണ്ട് 150 to 178 റേഞ്ചിലേക്കാണ് അടുത്ത ലെഗ് പോകാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഈ ലെഗ് കണ്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഈ കാണുന്ന ലെഗ് കഴിഞ്ഞിട്ട് അടുത്ത ലെഗിലേക്ക് പോവാണ്. ഇറ്റ് ക്യാൻ ഗോ 150 to 170. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഓക്കെ, എനിക്ക് ഈ ഒരു പാറ്റേൺ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അടുത്ത ബിയർ മാർക്കറ്റിൽ നമ്മൾ ഈ 94,000 90,000 കാണാൻ ഇടയില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം ഈയിടയ്ക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്, അതായത് DOJ അമേരിക്കയിലെ, അവരുടെ കയ്യിൽ 69,000 ബിറ്റ്കോയിനാണ് ഇരിക്കുന്നത്. സിൽക്ക് റോഡിൽ നിന്ന് പിടിച്ചെടുത്ത 69,000 ബിറ്റ്കോയിൻ ഉണ്ടായിരുന്നു. അത് വിൽക്കുമെന്നുള്ളൊരു ആശങ്ക മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ബിറ്റ്കോയിൻ വെച്ച് ട്രേഡ് ചെയ്തിട്ട് $US ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്ന ആളുകൾ പേടിച്ചിട്ട്, അല്ലെങ്കിൽ ടൂറിസ്റ്റ് എന്ന് വിളിക്കും, താൽക്കാലികമായി ബിറ്റ്കോയിൻ മേടിച്ചിട്ട് ഉടനെ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളുകളെയാണ് നമ്മൾ ടൂറിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അവരെല്ലാം പേടിച്ചിട്ട് എന്ത് ചെയ്തു? ബിറ്റ്കോയിൻ സെൽ ഔട്ട് ചെയ്തു. പക്ഷേ ആരാണ് ഓട്ടത്തിൽ വാങ്ങിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ആരോ പ്രൈസ് മൂവ് ചെയ്യാതെ തന്നെ ബിറ്റ്കോയിൻ ഹ്യൂജ് ആയിട്ട് അക്യുമുലേഷൻ ചെയ്യുന്നുണ്ട്. സോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും, അതുകൂടാതെ എക്കോണമിയിൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ വിഷയങ്ങൾ വരുന്നുണ്ട്. അതൊന്നും ബിറ്റ്കോയിൻ ഈ സമയങ്ങളിൽ ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, കോൺസ്റ്റൻ്റ്ലി അല്ലെങ്കിൽ എപ്പോഴും ഒരു ബിഡുണ്ട് ബിറ്റ്കോയിൻ വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഈ പ്രൈസ് റേഞ്ചുകളിൽ. അത് രാജ്യങ്ങളാകാം, അല്ലെങ്കിൽ പെൻഷൻ ഫണ്ടുകളാകാം, അല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു അടുത്തൊരു ബുൾ മാർക്കറ്റിൽ വന്നിട്ട് തിരിച്ചിത് 90,000 ബിലോ പോകാനുള്ള ചാൻസസ് ഉണ്ടാകുമെന്ന്? എനിക്ക് തോന്നുന്നു വളരെ കുറവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പോയേക്കാം, ഒന്നിനും ആർക്കും 100% പറയാനൊക്കത്തില്ല, പോയേക്കാം. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സപ്പോർട്ടിൻ്റെ ലെവൽ കണ്ടിട്ട് പോകാനുള്ള ചാൻസസ് കുറവാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 94 അല്ലെങ്കിൽ 90,000 ഈ റേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റാക്ക് ചെയ്യാൻ പറ്റുന്ന റേഞ്ചാണ്. ഗൈസ്, ഇത് 21 കൊല്ലം 10-20 കൊല്ലം കൊണ്ട് 13-15 മില്യൺസിന് മുകളിൽ പോകാൻ പോകുന്ന ഒരു ബിറ്റ്കോയിൻ്റെ വില പോകാൻ പോകുന്നതാണ്. അപ്പോൾ ഈ 94,000 എന്ന് പറയുന്നത് ഒന്നുമല്ല. അതായത് 9,000 100Kയിലേക്ക് പോകുന്നതിന് മുന്നേ 9,000 എങ്ങനെയായിരുന്നു? ഓക്കെ, അപ്പോൾ ഈ അതേപോലെ തന്നെയാണ് 90,000 ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ 9,000 നിന്ന് 100,000 പോയേക്കുന്ന ദൂരം പോലെ തന്നെയാണ് ഇനി അങ്ങോട്ട്. ഗൈസ്, ഇതിന് ക്യാപ്പില്ല. ഇത് ബിറ്റ്കോയിൻ 1 മില്യൺ വരെ പോകൂ എന്നുള്ളൊരു ക്യാപ്പില്ല ഇതിന്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളിത് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, എന്താണ് ബിറ്റ്കോയിൻ എന്നുള്ള കാര്യം. ഓക്കെ, ഇതിലും ഈ ബിറ്റ്കോയിൻ 1 മില്യൺ പോകും, 2 മില്യൺ പോകുമെന്ന് പറയുന്നതിൽ അതിനേക്കാൾ അപ്പുറം ബിറ്റ്കോയിൻ എന്താണെന്ന് പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ലോകത്താദ്യമായിട്ടാണ് നിങ്ങളുടെ വാല്യൂ ആർക്കും തൊടാനൊക്കാത്തൊരു സൈബർ സ്പേസിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ ഒക്കുന്നത്. അത് അടുത്ത 100, 500, 1000 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ഈ വാല്യൂ നിങ്ങൾക്ക് സേവ് ചെയ്യാനൊക്കും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന യാതൊരു അസറ്റും തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്യാത്ത യാതൊരു അസറ്റും നിങ്ങളുടെ കയ്യിലില്ല. സ്റ്റോക്ക് നിങ്ങളുടെ എവിടെ കിടക്കുന്നത്? തേർഡ് പാർട്ടി ആയിട്ടുള്ള ബാങ്കിലോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ക്ലയൻറ്റിൻ്റെ അടുത്താണ് നിങ്ങളുടെ സ്റ്റോക്ക് കിടക്കുന്നത്. ബാങ്കിലെ പൈസ കിടക്കുന്നത് ബാങ്കിലാണ്, തേർഡ് പാർട്ടിയാണ്, അല്ലേ? നിങ്ങളുടെ വീട് നിൽക്കുന്നതോ? നിങ്ങളുടെ വീട് നിങ്ങളുടെ സ്വന്തമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, നിങ്ങളുടെ വീട് ഒരിക്കലും നിങ്ങളുടെ സ്വന്തമല്ല. നമ്മളൊന്നും പൊസസ് ചെയ്യുന്നില്ല. നമ്മുടേതായിട്ടുള്ള ഒന്നും നമ്മുടെ ലോകത്തില്ല എക്സെപ്റ്റ് ബിറ്റ്കോയിൻ. നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ടൈം ഈസ് റണ്ണിങ് ഔട്ട്. ഓക്കെ,
സോ 94,000 എന്ന് പറയുന്നത് വളരെ ചീപ്പാണ്. 13 മില്യൺ അല്ലെങ്കിൽ 15 മില്യൺ അല്ലെങ്കിൽ 20 മില്യണിലേക്ക് പോകാൻ പോകുന്ന, അടുത്ത 10-20 കൊല്ലം കൊണ്ട് പോകാൻ പോകുന്ന ഒരു അസറ്റ് 94,000 എന്ന് പറയുന്നത് വളരെ ചീപ്പാണ്. ഞാൻ പറഞ്ഞ പോലെ അടുത്ത ലെഗ് പോകാൻ വേണ്ടി പോവാണ്. മേ ബി ഇറ്റ് ക്യാൻ ഗോ ടു 86,000. വൺ മോർ ഡിപ്പ് മേ ബി ഇറ്റ് ക്യാൻ ഹാപ്പൻ. പക്ഷെ അത് കഴിഞ്ഞ് പോകാൻ പോകുന്ന ലെഗ് 150ക്കും അല്ലെങ്കിൽ അതിന് മുകളിലോട്ടാണ്. ഡോണ്ട് മിസ് ഇറ്റ്. 94,000 മേ ബി നമ്മുടെ ലൈഫ് ടൈമിൽ ഒരിക്കലും 94,000 വരത്തില്ല. ഓക്കെ, സോ സ്റ്റാർട്ട് ദ സ്റ്റാർട്ട്. Okay, take care. Bye bye.